Hello viewers, welcome to Work and Wanderlust. Actually, I'm working as a service engineer. I'm Bangalore working on service engineer. ഇപ്പോൾ 2023 ഞാൻ ജപ്പാനിലേക്ക് ഒരു വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. വർക്ക് റിലേറ്റഡ് ആണ്, മീൻസ് ഇറ്റ് വാസ് എ ട്രെയിനിങ്. ആക്ച്വലി ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം എക്സ്പീരിയൻസ് വിത്ത് യു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഷോ സം പ്ലേസസ് വിച്ച് ഐ ഹാവ് വിസിറ്റഡ് when I was there in Japan. So let's explore together. Flight was from Bangalore to Hong Kong to Haneda. അപ്പോൾ ഹോങ്കോങ് എയർപോർട്ടിൽ നമ്മൾ ഒരു 9:30 അങ്ങനെ ഹോങ്കോങ് എയർപോർട്ടിലെത്തി. തലേ ദിവസം ഏർലി മോർണിംഗ് 1:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോങ്കോങ് ടൈമിംഗ് ഏകദേശം ഒരു 9:30 അവിടെ എത്തി. ഐ മീൻ എയർപോർട്ട് ഈസ് റിയലി ഗുഡ്, സച്ച് എ ക്ലീൻ എയർപോർട്ട്, വളരെ ക്ലീൻ ആണ്. പിന്നെ വേറൊരു എസ്പെഷ്യലി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും വളരെ നല്ല വ്യൂ ആണ്. വളരെ നല്ല വ്യൂ ആണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ. ആക്ച്വലി ട്രെയിനിങ് ഷെഡ്യൂൾ എനിക്കും എൻ്റെ കൊളീഗിനുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് ഹച്ചിയോജിയിലാണ്, ടോക്കിയോയിലെ ഹച്ചിയോജി എന്ന സ്ഥലത്താണ് ട്രെയിനിങ്. അത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ സ്റ്റിൽ വി ഹാവ് ടൈം. അന്ന് നമ്മൾ ഹോങ്കോങ്ങിലെത്തി വെയിറ്റിംഗ് ആണ്, 6.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അടുത്ത ഫ്ലൈറ്റ് ഈവനിങ് 4:30 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് 4:30 മണിക്കാണ്. കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അങ്ങനെ ചുമ്മാ നമ്മൾ വി വാണ്ടഡ് ടു സ്പെൻഡ് സം ടൈം, ദാറ്റ്സ് ഓൾ. എയർപോർട്ടിൽ തന്നെ പുറത്തുള്ള സ്മോക്കിംഗ് ഏരിയയിലേക്ക് കണക്ടിവിറ്റി ഉണ്ട്, വിശാലമായ സ്മോക്കിംഗ് ഏരിയ ആണ്. ഫൈനലി നമ്മളൊരു 4 മണിക്ക് ഫ്ലൈറ്റ് കയറി ജപ്പാനിൽ ഒരു 10:30 ആകുമ്പോൾ ലാൻഡ് ചെയ്തു ഹനഡ എയർപോർട്ടിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് ഹച്ചിയോജിയിലാണ്. അപ്പം ഹച്ചിയോജിന്ന് രാത്രി ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടയറിങ് ആണ്. അപ്പോൾ ഒരു നിയറസ്റ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം മെട്രോയിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ദെൻ അവർ പ്ലാൻ വാസ് ടു സ്റ്റാർട്ട് ഫ്രം ദർ ടു ഹച്ചിയോജി ഏർലി മോർണിംഗ്. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ ഒക്കെ രാവിലെ ഒരു 5 മണിക്ക് എടുത്തതാണ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മൾ അവിടുന്ന് ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു, അതായത് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട്, ഹച്ചിയോജിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹച്ചിയോജി എത്തിയതിനു ശേഷം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ദ പി ഹച്ചിയോജി എന്നായിരുന്നു. അവിടുന്ന് നമ്മൾ ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ചു. അതിനുശേഷം നമ്മൾ കമ്പനിയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മളപ്പോൾ ഒരു നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, സിംഗപ്പൂരിൽ നിന്നുള്ളൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, നമ്മളെ 2 പേരൊപ്പം. അപ്പം നമ്മൾ ടോട്ടൽ 3 പേര് കൂടിയാണ് കമ്പനിയിലേക്ക് പോകുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം എനിക്കവിടെ എത്തിയിട്ടൊരു ഡിഫിക്കൽട്ട് ഫേസ് ചെയ്തത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കഴിക്കുന്ന യൂഷ്വലായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അവിടെ കിട്ടൂല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്, അവരെ ഫുഡിൻ്റെ ചോയ്സ് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടി റോ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഈവൺ അതിനൊക്കെ വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പം നമ്മളിവിടെ നല്ല ഡീപ്പ് ഫ്രൈ ആയി ചെയ്തിട്ടും എല്ലാ സ്പൈസസും എല്ലാം ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടും കഴിക്കുന്ന അവർ കുറച്ചും കൂടി അത് റോ ആയിട്ട് കഴിക്കാനാണ് താല്പര്യം. അപ്പം അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫുഡ്. ഒബ്വിയസ്ലി പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്ഡോണൾഡ്സ് ആണ്. അപ്പം മെക്ഡോണൾഡ്സോ അങ്ങനത്തെ കഴിക്കാം. വി വുഡ് ലൈക്ക് ടു ഹാവ് ദാറ്റ്. നമുക്ക് പുറത്ത് പോയിട്ട് അത് കഴിക്കാം. മിക്ക ദിവസവും രാത്രി നമ്മൾ പുറത്തു പോയായിരുന്നു. നമ്മൾ പുറത്തു പോയിട്ടാണ് ഡിന്നർ കഴിക്കൽ.
അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഫോർ 1 വീക്കാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ദിവസം ജപ്പാനിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഫച്ചിയോജി നമ്മൾ ഫ്രൈഡേ പാക്കപ്പ് ചെയ്തു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രൈഡേ പാക്കപ്പ് ചെയ്തു. നമ്മൾ ബൈ ട്രെയിൻ സെൽഫ് നമ്മളിവിടെ ടോക്കിയോ സെൻട്രൽ സിറ്റിയിലേക്ക് പോയി. ടോക്കിയോ ടവറിൻ്റെ എല്ലാം ഏകദേശം ഒരു നിയർ ബൈ അപ്രോക്സിമേറ്റ് പ്ലേസിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് രാത്രി ഷിഫ്റ്റ് ചെയ്തു. ദെൻ our plan is to explore Tokyo for 1 day, and for the next day we are planning to go to Mount Fuji. അപ്പോൾ അന്നത്തെ സെയിം ഡേ തന്നെ നമ്മൾ ടോക്കിയോ ടവർ വിസിറ്റ് ചെയ്തു, സോജി ടെമ്പിൾ വിസിറ്റ് ചെയ്തു. ടോക്കിയോ ടവറിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് സിറ്റി ഫുള്ള് കാണാം. ടോക്കിയോ സിറ്റി ഫുള്ള് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. വെരി നൈസ്. Japan is very neat and clean, especially those people are very punctual. ആൻഡ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ ആ ക്യൂ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആണ് അവർ. നമ്മൾ നെക്സ്റ്റ് ഡേ ക്ലൂക്കിലൂടെ ഒരു പാക്കേജ് ബുക്ക് ചെയ്തു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോക്കിയോ നിന്നാണ്. അവർ ബസ് അറേഞ്ച് ചെയ്യും. അപ്പോൾ അവർ മൗണ്ട് ഫുജി, ലേക്ക് കവാഗുച്ചി ആൻഡ് ദർ ആർ ഫ്യൂ മോർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. അപ്പോൾ അവരതൊക്കെ കവർ ചെയ്യും. ദാറ്റ് വാസ് ഓൾസോ വർത്തി. ഇവിടെ മൗണ്ട് ഫുജിൻ്റെ ടോപ്പിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അത് 1906 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കാർഡ് വാങ്ങിക്കാൻ കിട്ടും, പോസ്റ്റൽ കാർഡ്. നല്ല മൗണ്ട് ഫുജിൻ്റെ പിക്ചറൊക്കെ ഉള്ള കാർഡ്. അപ്പോൾ അതിൽ അവരുടെ തന്നെ സ്റ്റാമ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കുക. എന്താ നമുക്ക് നമ്മളെ അഡ്രസ്സ് എഴുതി അയച്ചാൽ നമ്മുടെ നാട്ടിൽ അത് റിസീവ് ചെയ്യും. ഞാനങ്ങനെ 2 കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. നമുക്കങ്ങനെ ഷിബൂയ ക്രോസിംഗ് കൂടി വിസിറ്റ് ചെയ്യാൻ പറ്റി. ടോക്കിയോ ഡ്രിഫ്റ്റ് മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു ഷിബൂയ ക്രോസിംഗ്.